ഹലോ, ഞാനിതാ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അതായത് മൺഡേയിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ സാറാനെ സ്കൂളിൽ വിടാനായിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ്. കൊച്ചിന് സ്കൂളിലെ കുറച്ച് ഹോം വർക്ക്സും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മോളെ സ്കൂളിൽ വിട്ടു. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ സാറ സ്കൂളിൽ പോയി. പക്ഷേ അതിരാവിലെ എഴുന്നേറ്റത് കൊണ്ട് അത്യാവശ്യം നല്ല വിശപ്പ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇക്കായും സൈറും ഒക്കെ നല്ല ഉറക്കമാണ്. ഞാൻ ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു 6:45 ആയപ്പോഴത്തേനും നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും ഐറ്റം വീട്ടിലെത്തി. അപ്പോൾ എന്താ പറയുക, നല്ല ചൂട് മസാല ദോശയും അതിൻ്റെ കൂടെ ചായയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മസാല ദോശ ഓർഡർ ചെയ്ത സമയത്ത് ഒരു ഗ്ലാസ് ചായ വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇത് 7 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഇക്കാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ പിന്നെയാണ്. ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അതിരാവിലെ വിശന്നത് കൊണ്ട് ഞാനൊരു ദോശ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ടേസ്റ്റാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിലത്തെ ആ ഒരു പൊട്ടറ്റോയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ മസാല എന്ന് പറയുന്നത് ഒരു മൈൽഡ് സ്വീറ്റ്നെസ് ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ഓറഞ്ച് ചട്നി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ടൊമാറ്റോ ചട്നിയാണ്, ടൊമാറ്റോ പ്ലസ് കൊക്കനട്ട് ചേർത്തിട്ടുള്ളതാണ്. പിന്നെ ആ വൈറ്റ് ചട്നിയും ഭയങ്കര ടേസ്റ്റാണ്, സാമ്പാറും ടേസ്റ്റാണ്. അപ്പോൾ അതാ മസാല ദോശയും അതുപോലെ തന്നെ ചട്നീസും സാമ്പാറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ചൂട് ചായയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇപ്പോൾ ചോറ് അങ്ങനെ അധികം കഴിക്കുന്നില്ല. വീക്കെൻഡ്സിൽ കഴിക്കാറുണ്ട്, വീക്ക് ഡേയ്സിൽ ചോറ് അധികം കഴിക്കാറില്ല. പിന്നെ ഡിന്നറും കുറച്ച് ലൈറ്റായിട്ടാണ്. അതുകൊണ്ട് രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുമ്പോഴത്തേനും നന്നായിട്ട് വിശക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 9:30 ഒക്കെ ആയി. അപ്പോൾ ഇക്കാടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് നല്ല ചൂട് ചിരട്ടപ്പുട്ടും അതുപോലെ തന്നെ ഞാലിപ്പൂവൻ പഴവുമാണ്. അപ്പോൾ ഇക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ഒന്നുകൂടി ഒന്ന് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ചൂട് പുട്ടെടുത്തു. പുട്ടും അതുപോലെ തന്നെ ഇക്കാക്ക് വെച്ച ചായയുടെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി എൻ്റെ ഇന്നത്തെ ചായയൊക്കെ രാവിലെ മസാല ദോശയുടെ കൂടെ കഴിഞ്ഞതാണ്. എങ്കിലും ഞാൻ കുറച്ച് ചായ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചായയും അതുപോലെ തന്നെ ഒരു പഴവും കൂടെ കൂട്ടി നല്ല അടിപൊളിയാണ്. കൂടുതൽ തേങ്ങ ആക്കി ഇട്ടിട്ട് പഴത്തിൻ്റെ കൂടെ നല്ല ചൂട് പുട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഒരു 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് തന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും വിശന്നായിരുന്നു. അപ്പോൾ ഞാനിത് കുറച്ച് സ്പീഡിൽ കഴിച്ചിട്ട് സാറാടെ ബസ് വരാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 11:30 ഒക്കെ ആയി. മോളുടെ ബസ് എന്ന് പറയുന്നത് ഒരു 11:45 ആകുമ്പോൾ കറക്റ്റ് എത്തും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചൂടൊക്കെയാണ്, കുറച്ച് സ്പീഡിൽ കഴിക്കുകയാണ്. എന്നിട്ട് സാറാനെ വിളിക്കാൻ പോകണം. അപ്പോൾ എന്താണേലും എന്താ പറയുക, ഞാൻ പഞ്ചസാരയും കാര്യങ്ങളൊന്നും പുട്ട് കൂട്ടി കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങ എക്സ്ട്രാ ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പഞ്ചസാര വേണം എന്നൊരു തോന്നലുണ്ടാവത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മധുരമൊക്കെയുള്ള തേങ്ങ ആണല്ലോ. അപ്പോൾ ആ തേങ്ങയും കൂടെ ചേർത്ത് നല്ല ചൂട് പുട്ടും അതുപോലെ തന്നെ നല്ല പഴവും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. സാറാനെയൊക്കെ നമ്മൾ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നു. അതിനുശേഷം ഇതെന്ന് പറയുന്നത് ഇക്ക കൊണ്ടുവന്ന ചോക്ലേറ്റ്സിൽ പെട്ടതാണ്. ഇതെന്ന് പറയുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ് വിത്ത് കോക്കനട്ട്. പക്ഷേ കോക്കനട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ എന്തൊക്കെ ഫ്ലേവർ ഉണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ തേങ്ങ കടിക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. ഒക്കെ കൂടുതലും ഡാർക്ക് ചോക്ലേറ്റാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഡാർക്കിൻ്റെ ഇടയിൽ ഈ ഒരു വൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം ഇത് കസിൻ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ്. എന്താ പറയുക, ശർക്കര ഓറിയൻറ്റഡ് ഒരു സ്നാക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സ്നാക്ക്. ഇതും ആ കൂടെ തന്നെ കൊണ്ടുവന്നതാണ് നമ്മുടെ ഏത്തപ്പഴം ചിപ്സ്.
ബനാന ചിപ്സ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം കുറച്ച് ഐറ്റംസൊക്കെ കുറച്ചതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് പ്രിപ്പറേഷനിലാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ, ഒരു 3-4 പീസ് ചിക്കൻ എടുത്തിട്ട് എന്താണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് വിനേഗറും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യുകയാണ്. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇതെന്ന് പറയുന്നത് ഇക്ക ലഞ്ചിനില്ല, ഇക്ക ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഇക്ക ലഞ്ചിനില്ല. അപ്പോൾ എനിക്കും മക്കൾക്കും വേണ്ടിയിട്ടുള്ള 3-4 പീസ് ചിക്കൻ ഫ്രൈ ആണ്. അങ്ങനെയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ബൗള് കടലയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കടലക്കറിയിലെ കടലയാണ്. അപ്പം ഞാനത് റോസ്റ്റ് ചെയ്തു. ഭയങ്കര ടേസ്റ്റ്. റോസ്റ്റ് ചെയ്തപ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഇരട്ടിച്ച്. എന്നാന്ന് വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മൾ ബീഫ് ഇറച്ചിക്കറി വെക്കുന്ന പോലെയാണല്ലോ കടല വെച്ചത്. അപ്പോൾ ആ ഒരു ഇറച്ചിക്കറി പോലത്തെ ആ ഒരു ഗ്രേവി ഉണ്ടായിരുന്ന ആ കടല നന്നായിട്ട് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തപ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാന്ന് വെച്ചാലും വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ലെഫ്റ്റ് ഓവറായിട്ട് വന്ന കടലക്കറിയാണ്. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ട, അത് ഇന്ന് ലഞ്ചിൻ്റെ ഒപ്പം യൂസ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ മാക്സിമം ക്വാണ്ടിറ്റി കുറച്ച് റെഡിയാക്കാൻ നോക്കും. പിന്നെ ഒരു ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കും. മാക്സിമം കളയാതെ നോക്കും. ഇപ്പം തലേ ദിവസത്തത് ബാക്കി വരികയാണെങ്കിൽ അത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും എടുത്താണെങ്കിലും തീർക്കാൻ നോക്കും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എന്താ പറയുക, ലഞ്ചിൻ്റെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ലഞ്ച് ടേബിളിലേക്ക് വെച്ചു. ഇതെന്ന് പറയുന്നത് ഒരു ബൗള് നമ്മുടെ കടല റോസ്റ്റ് ചെയ്തത്, ഗ്രേവിയിലുണ്ടായിരുന്ന കടല അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ചപ്പാത്തിയാണ്. വേറെ പ്രത്യേകിച്ച് റീസൺ കൊണ്ടൊന്നും അല്ല. എനിക്ക് എന്താ പറയുക, നന്നായിട്ട് വീക്ക് ഡേയ്സിൽ സാറ്റർഡേയ്സിലും സൺഡേയ്സിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക ലഞ്ചിന് ചോറ് കഴിച്ച്. അപ്പോൾ പിന്നെ എന്താ പറയുക, ചോറിനോടൊരു മടി. ചപ്പാത്തി ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ എന്താ പറയുക, ഡേറ്റും കാര്യങ്ങളൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഈ വക ഐറ്റംസ് സൈഡ് ഡിഷസൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചോറിനേക്കാളും ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നത് ചപ്പാത്തി തന്നെയാണ്. അപ്പോൾ അതാ പ്രോട്ടീൻ്റെ കലവറയായിട്ടുള്ള കടല, അപ്പം ഒരു ബൗള് കടല തന്നെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഈ കടല എന്ന് പറയുന്നത് ഇനി മിച്ചം വെക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതെടുത്തങ്ങ് കൂട്ടി തീർത്തേക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, ഹെൽത്ത് വൈസും ഒരുപാട് നല്ലതാണ്, ടേസ്റ്റ് വൈസും അടിപൊളിയായിരുന്നു. അപ്പോൾ അതാ ഞാൻ ചപ്പാത്തിയും കടല റോസ്റ്റും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു അടിപൊളി പിടിപിടിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഞാൻ പറയാം, ചപ്പാത്തി കോമൺ ആയിട്ട് ഇപ്പോൾ ലഞ്ചിന് ഞാൻ എടുക്കുന്നുണ്ടെങ്കിലും കറികളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സൈഡ് ഡിഷസ് മാറി മാറി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കുന്നില്ല. പിന്നെ എൻജോയ് ചെയ്ത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് ചപ്പാത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് കറി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പരിപ്പ് കറി വെച്ചില്ലായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ചപ്പാത്തിയാണ് കഴിക്കുന്നതെങ്കിലും മക്കൾക്കൊക്കെ ചോറാണ് കേട്ടോ ലഞ്ചിന് കൊടുക്കുന്നത്. അപ്പോൾ സാറായിക്കൊക്കെ ലഞ്ചിന് ചോറ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണേലും ഒരു ബൗള് കടല റോസ്റ്റും അതുപോലെ തന്നെ ഒരു 2 ചിക്കൻ ഫ്രൈയും 2 ചപ്പാത്തിയൊക്കെ എടുത്തിട്ട് എൻജോയ് ചെയ്ത് ലഞ്ച് കഴിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാലിപ്പൂവൻ പഴം എടുത്തു. എന്തെങ്കിലും മധുരം കഴിക്കണം തോന്നിയപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, ഞാലിപ്പൂവൻ പഴം എടുത്ത് കഴിച്ചു. അതിന് ശേഷം ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയായിരുന്നു. റാസൽ ഖോർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് സ്പെഷ്യലായിട്ട് കിട്ടിയ ഒരു ഐറ്റമാണ് സ്ട്രോബെറി ആപ്പിൾ എന്ന് പറഞ്ഞിട്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ക്രഞ്ചി സ്വീറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു സാധനം, ഭയങ്കര സാധനം, സൂപ്പർ ക്വാളിറ്റി ആയിട്ടുള്ള സംഭവമാണ്. ഈ ഒരു കംപ്ലീറ്റ് ബോക്സിന് 5 dirhams, അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 100 rupees. പിന്നെ ഓറഞ്ച്, ഇതെന്ന് പറയുന്നതും നമ്മൾ പോയപ്പോൾ വാങ്ങിച്ച വളരെ ടേസ്റ്റി ആയിട്ടുള്ള സീഡ്ലെസ് ഓറഞ്ചാണ്. ഇതും എന്താ 1 kgക്ക് 5 dirhams ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ റേറ്റ് പറയുന്നത് കറക്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്താ പറയുക, ഇത്രയും അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്നത് നിങ്ങൾ ഷുവറായിട്ടും മസ്റ്റ് വിസിറ്റാണ് കേട്ടോ, റാസൽ ഖോറിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. പിന്നെ അതിന് ശേഷം വൈകുന്നേരം ഓഫീസൊക്കെ വിട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു, വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ്, പുറമെ നല്ല സ്വീറ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ബോണ്ട
കൊണ്ടുവന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര രുചിയായിരുന്നു. തേങ്ങാക്കൊത്തും അതും ഇതുമൊക്കെ ഇട്ടിട്ടുള്ള ഭയങ്കര രസമുള്ള ഒരു ബോണ്ട. പിന്നെ അതിന് ശേഷം ഇതെന്ന് പറയുന്നത് ഞാൻ മുന്നേ കാണിച്ച സെയിം സ്നാക്ക്. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ സാറായ്ക്കുള്ള ഡിന്നറാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വെറുതെ 1-2 കഴിച്ചു. ഇതെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഫിനി തന്ന വെജിറ്റബിൾ പുലാവാണ്. അപ്പോൾ വെജിറ്റബിൾ പുലാവ് അവൾ കുറച്ച് ഗ്രീൻ പീസും ഓണിയൻസൊക്കെ ഇട്ടിട്ട് കുറച്ച് വെജിറ്റബിൾ പുലാവ് തന്നു. അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് ഞാൻ ഉച്ചയ്ക്കത്തെ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, അതാണ് സാറാക്ക് എടുത്തത്. അപ്പോൾ സാറാക്ക് ഇത് വാരി കൊടുക്കാനാണ്. അപ്പം ഞാൻ ഒരു 2-3 പിടി കഴിച്ചു നോക്കി, ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും കഴിച്ചു നോക്കി. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പർ. ഗ്രീൻ പീൻസൊക്കെ കടിക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഹെൽത്തി ആയിട്ടുള്ള വെജ് പുലാവാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് കൊറിയാണ്ടർ ലീഫും അതുപോലെ തന്നെ ഓണിയൻസും അതുപോലെ തന്നെ കുറച്ച് സ്പൈസസും പട്ട, ഗ്രാമ്പൂ, കറുവ അങ്ങനെയുള്ള കുറച്ച് സ്പൈസസും കുറച്ച് ഗ്രീൻ പീസ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് വേണമെങ്കിൽ ഒരു പപ്പടവും ഒരു സാലഡും ഒക്കെ റെഡിയാക്കാമായിരുന്നു. പക്ഷേ എനിക്ക് സാറായ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് മെയിനായിട്ട് ഞാൻ എടുത്തത് സാറായ്ക്കാണ്. ഞാൻ പിന്നെ 1-2 ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിച്ച് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ മക്കൾക്ക് 2 പേർക്കും എന്താണ് ഈ റൈസ് കൊടുത്തു. സൈറും സൈഡിലിരുന്ന് കുറച്ച് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഡിന്നറായി. ഞാനപ്പം ഉച്ചയ്ക്കത്തേന് വേണ്ടി എടുത്ത 2 ചപ്പാത്തി, ഉച്ചയ്ക്ക് ചുട്ട 2 ചപ്പാത്തി ഉണ്ടായിരുന്നു. അതിനിപ്പം മിച്ചം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡിന്നറിനെടുത്തിരുന്നത് 2 ചപ്പാത്തിയും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ. ഉച്ചയ്ക്കത്തെ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കെന്തോ കുറച്ച് എങ്ങാണ്ട് എടുത്തുള്ളൂ. അതെടുത്തതിന് ശേഷം തിരിച്ചു വെച്ചു. 1 പീസൊക്കെ നമ്മൾ ഫ്രൈ ആയിട്ടൊക്കെ കൂട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും. എനിക്ക് ഈ ഡ്രൈ ആയിട്ട് ചപ്പാത്തി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഈ ഗ്രേവിയോ ചാറോ വേണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പം പിന്നെ അല്ലെങ്കിലും ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ എന്ന് പറയുന്ന അടിപൊളി ഒരു കോമ്പിനേഷനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ചപ്പാത്തിയും അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയും ചേർത്ത് കഴിക്കുകയാണ്. ഇപ്പോൾ ഡിന്നറിന് ഈ ഫ്രൂട്ട്സും കാര്യങ്ങളും സ്നാക്സും അതുപോലെ അതും ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഡിന്നറിന് വലിയ വിശപ്പുണ്ടാവാറില്ല. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം വളരെ ടേസ്റ്റി ആയിട്ട്, അതിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള 1-2 പ്ലംസ് കഴുകിയെടുത്ത് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മൺഡേയിലെ ടേസ്റ്റി ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്